വഴിയുമില്ലാതെ വന്നപ്പോൾ ദുര്യോധനൻ ആ കാര്യം ദ്രോണാചാര്യരെ അറിയിച്ചു. ഗുരു, അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്കും അഭിമന്യുവിനും മാത്രമേ അറിയൂ. പാണ്ഡവരിതറിയില്ല, പിതാമഹനുമില്ല. അപ്പൊ പിന്നെ ദ്രോണാചാര്യർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അയാൾ ദുര്യോധനന്റെ അഭിപ്രായത്തിന് കൂട്ടുനിന്നില്ല. അതിശക്തരായ യോദ്ധാക്കളെ വരെ അഭിമന്യു കൊന്നുകൊണ്ടിരുന്നു. ദുര്യോധനൻ വീണ്ടും ഗുരുവിന്റെ അടുത്തുപോയി നിർബന്ധിച്ചു. അങ്ങനെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ദ്രോണാചാര്യർ ദുര്യോധനന് സമ്മതം മൂളി. യുദ്ധത്തിലെ നിയമങ്ങൾ മാറ്റിവെച്ച് അവർ അഭിമന്യുവിനെതിരെ പോരാടാൻ തുടങ്ങി. ആദ്യം തന്നെ അഭിമന്യുവിന്റെ കുതിരയെ അവർ കൊന്നു. അഭിമന്യുവിന് അതൊരു ഞെട്ടലായി. ദുര്യോധനനെ അയാൾ നോക്കി. ശരിക്കും അഭിമന്യു, വേറെ വഴിയില്ല. ദുര്യോധനന്റെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അഭിമന്യുവിന്റെ സാരഥിയെ അവർ കൊന്നു. ശേഷം എല്ലാവരും കൂട്ടമായി അയാളെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. അയാളുടെ ആയുധം കയ്യിൽ നിന്നും തെറിച്ചുപോയി. നിരവധി അമ്പുകൾ ആ 16 വയസ്സുകാരന്റെ ശരീരത്തിൽ ആഞ്ഞു കയറി. അയാൾ രഥത്തിൽ നിന്നും താഴെ വീണു. വേദനയാൽ അയാൾ നിലവിളിച്ചു. അപ്പോഴും അയാളെ കൗരവപ്പട ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ദ്രോണാചാര്യർ നിർത്തുവാനായി ഒച്ചയെടുത്തു. അയാൾക്കത് കണ്ടു നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ദുര്യോധനന്റെ അടുത്തെത്തി. ദുര്യോധന, ആയുധം കയ്യിലില്ലാത്ത യോദ്ധാവിനെ എങ്ങനെയാണ് ആക്രമിക്കാൻ കഴിയുക? നീയൊരു യോദ്ധാവ് തന്നെയാണോ ദുര്യോധന? ദുര്യോധനന് മറുപടി ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയം എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ശബ്ദം അവരെ ഞെട്ടിച്ചത്. എന്നാൽ ശബ്ദത്തേക്കാൾ ഉപരി ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി.